നമ്മുടെ പറമ്പുകളിലും വഴിയോരങ്ങളിലും ആരും ശ്രദ്ധിക്കാതെ വളരുന്ന ഒരു ചെടിയുണ്ട്. എരിക്ക്. വെറുമൊരു പാഴ്ചെടിയാണെന്ന് കരുതി ഇതിനെ തള്ളിക്കളയാൻ വരട്ടെ. ആയുർവേദത്തിൽ അർക്ക എന്ന് വിളിക്കുന്ന എരിക്ക് സൂര്യനെപ്പോലെ ശക്തമായ ഔഷധവീര്യമുള്ള ഒന്നാണ്. സന്ധിവേദന മുതൽ ശ്വാസമുട്ടൽ വരെ മാറ്റാൻ ശേഷിയുള്ള ഈ സസ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ആദ്യമേ പറയട്ടെ, നമ്മൾ നിത്യവും കാണുന്ന എരുക്ക് ഒരു സാധാരണ ചെടിയല്ല. ഇതൊരു വിഷസസ്യമാണ്. ഇതിന്റെ ഇല, പൂവ്, വേര്, കറ എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളിലും മാരകമായ വിഷാംശമടങ്ങിയിട്ടുണ്ട്. എരിക്കിലെ കാർഡിയാഗ്ലൈക്കോസൈഡുകൾ എന്ന ഘടകമാണ് ഇതിനെ അപകടകാരിയാക്കുന്നത്. ഇവ വളരെ കുറഞ്ഞ അളവിൽ ഔഷധമായി ഉപയോഗിക്കാമെങ്കിലും അളവ് അല്പം കൂടിയാൽ അത് ഹൃദയമിടിപ്പിനെ പോലും ബാധിക്കുന്ന മാരക വിഷമായി മാറും. ഔഷധമായി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അളവ് ഓരോ മില്ലിഗ്രാമിലും കൃത്യമായിരിക്കണം എന്നത് നിർബന്ധമാണ്. അബദ്ധവശാൽ എരിക്കിന്റെ ഏതെങ്കിലും ഭാഗം ഉള്ളിൽ ചെന്നാൽ അത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. കഠിനമായ ഛർദി, വയറിളക്കം മുതൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം. അതിനാൽ ഒരു വിദഗ്ധ വൈദ്യന്റെ കൃത്യമായ നിർദ്ദേശമോ മേൽനോട്ടമോ ഇല്ലാതെ എരുക്ക് ഒരിക്കലും ഉള്ളിലേക്ക് കഴിക്കാനോ സ്വയം ചികിത്സയ്ക്കോ ഉപയോഗിക്കരുത്. എരിക്ക് കേവലം ഒരു ഔഷധസസ്യം മാത്രമല്ല. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ പലവിധ ആവശ്യങ്ങൾക്കായി ഈ ചെടിയെ ഉപയോഗിച്ചിരുന്നു. എരിക്കിന്റെ കായയ്ക്കുള്ളിൽ പട്ടുപോലെയുള്ള മൃദുവായ പഞ്ഞിയുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ പഞ്ഞി ശേഖരിച്ച് തലയിണകൾ ഉണ്ടാക്കുമായിരുന്നു. ഇത് സാധാരണ പഞ്ഞിയേക്കാൾ മൃദുവാണെന്ന് മാത്രമല്ല, ആസ്ത്മയോ അലർജിയോ ഉള്ളവർക്ക് ഇത്തരം തലയിണകളിൽ കിടന്നുറങ്ങുന്നത് ആശ്വാസകരമാണെന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത്. ആത്മീയ കാര്യങ്ങളിൽ എരിക്കിന് വലിയ പ്രാധാന്യമാണുള്ളത്. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിലൊന്നാണ് എരിക്കിൻ പൂവ്. അതുകൊണ്ടുതന്നെ ശിവക്ഷേത്രങ്ങളിലെ പൂജകളിൽ എരിക്കിൻ പൂക്കൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പാമ്പുകളെ അകറ്റി നിർത്താൻ വീടിന് ചുറ്റും എരിക്ക് നട്ടുപിടിപ്പിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. എരിക്കിന്റെ രൂക്ഷമായ ഗന്ധം പാമ്പുകൾക്ക് അസഹനീയമാണ് എന്നതാണ് ഇതിന് കാരണം. കൂടാതെ പാമ്പുകളെ കൊല്ലുന്നതിനായി ഇതിന്റെ വിഷാംശം ഉപയോഗിച്ചിരുന്നതായും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. സത്യത്തിൽ ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.